ഹായ് ഹലോ. ഓണമൊക്കെ അടുത്ത് വന്നല്ലോ ഈ ആഴ്ചയിൽ. അപ്പം നമുക്ക് ഇച്ചിരി അച്ചാർ കടയിൽ വാങ്ങുന്ന പകരം വീട്ടിലുണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അതായത് കുറച്ച് കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കർണാടക സ്റ്റൈലിൽ ഈ കടുകൊക്കെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കണ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ടൈപ്പിലൊന്ന് അച്ചാർ ഉണ്ടാക്കിയാലോ. കുറേ നാളായി ആ ടൈപ്പിൽ അച്ചാർ കൂട്ടിട്ട്. അപ്പോൾ കുറച്ച് കടുകും കണ്ണിമാങ്ങ ഉണ്ടായി. അപ്പം ഒന്ന് ഉണ്ടാക്കിയാലോ. വായോ വായോ. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. കടായിയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇനി എണ്ണ ഇച്ചിരി ഒഴിച്ചുന്നുണ്ട്. കുറച്ച് മതിയായിരിക്കും, വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. ഇനി വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ കാണിക്കാവേ. ഇത് വറുത്ത് പൊടിച്ച ഉലുവയും കടുകും ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണ്. ഇത് അച്ചാർ പൊടി, മുളക് പൊടി, മഞ്ഞളും ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് ഇടണം കേട്ടോ. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഇളക്കി എടുക്കണം. ചെറിയ തീയിൽ വേണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അതുകൊണ്ട് ചെറിയ തീയിൽ പെട്ടെന്ന് ആക്കണം. ഇനി എന്തെങ്കിലും കുറച്ച് വെള്ളം എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഒന്നിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ കണ്ണിമാങ്ങയിലുള്ള ഉപ്പ് വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഇച്ചിരി ചേർത്താൽ മതി കേട്ടോ. വേണവർക്ക് കായം പൊടി ഇടാം. ഇത് നമ്മുടെ കർണാടക സ്റ്റൈലിലെ അച്ചാറാണ്. ഇനി കുറച്ച് കരിയാപ്പില ഇടുവാണ്. പിന്നെ ഇച്ചിരി വിനാഗിരി കുറച്ചിട്ടാൽ മതി. ഇനിയുള്ളത് ഞാൻ ഉള്ള കണ്ണിമാങ്ങ മൊത്തം അതിലേക്ക് ഇടുവാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് എന്ന് വെച്ചാൽ ഉപ്പ് മാങ്ങയിൽ ഇച്ചിരി ഉപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒട്ടും ഉപ്പ് ചേർക്കുന്നില്ല. വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാമെന്ന് ഓർത്തു. പിന്നെ ആവശ്യമേ ഇല്ല, നല്ല ഉപ്പുണ്ടാവും. ഉപ്പ് ചേർക്കേ വേണ്ട. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അച്ചാർ റെഡി. ഇനി അതെടുത്ത് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പം നെക്സ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരായിട്ട് ബൈ ബൈ.